ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സെബീൻ സാറാസ്. ഇന്ന് ഞാൻ മുട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മലബാറിലൊക്കെ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടാവും മുട്ടമാല ഇല്ലാത്തൊരു പ്യാപ്ലസ് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള മുട്ടമാല നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ 100-200 മുട്ടക്കൊക്കെ അല്ലേ മുട്ടമാല ഉണ്ടാക്കുക. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഒരു 10 മുട്ടയുടെ റെസിപ്പി ഞാൻ പറയുന്നുണ്ട്, എത്രയൊക്കെ എന്തൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചധികമാണ് മുട്ടമാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. മുട്ടയെടുക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രഷ് മുട്ട തന്നെ ആയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗ് വീറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പഴയ മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് കേടൊക്കെ ഉണ്ടാവും പൊട്ടിക്കുന്ന സമയത്ത്. അപ്പോൾ 10 മുട്ടയൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഒരു കപ്പിലിട്ടിട്ട് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്യുക, കേടുള്ളതാണോ നോക്കാം. പക്ഷേ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ 100 മുട്ടക്കൊക്കെ അല്ലേ ഉണ്ടാക്കുക. ആ ടൈമിൽ നമുക്ക് ഓരോ കപ്പിൽ ഓരോന്നായിട്ട് ഒഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇതുപോലെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഫ്രഷ് മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ മുട്ടയും ഒന്നിച്ച് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തോട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ, അപ്പോൾ അത് സ്ലോലി നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഗ് യോക്ക് പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതുപോലെ രണ്ടാമത് എഗ് വീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കലാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെയാകുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി 10 മുട്ട എഗ് വീറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന കാണിച്ചതാണ്. ഇനിയിപ്പോൾ താറാവ് മുട്ടയാണ് ഞാൻ പൊട്ടിക്കുന്നത്. അത് ഒട്ടും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇവിടെ ഫ്രഷ് ഉള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നാടൻ മുട്ടയും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല കളറും നമുക്ക് നമ്മുടെ മുട്ടമാല നൂല് പോലെ നല്ല മാലയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എഗ് വീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കൈകളെ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 സെപ്പറേറ്റ് ചെയ്ത് കിട്ടും പെട്ടെന്ന് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ 2 മുട്ടയുടെ വെള്ളയും ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി മുട്ടയും കൂടി ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മൾ എഗ് ഒരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് നമ്മൾ അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കുരുവിൽ എന്തായാലും ഒരു പാട ഉണ്ടാവുമല്ലോ, ആ പാട മാറ്റാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു ഫോർക്കോ സ്പൂണോട്ട് യൂസ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം. താറാമുട്ടയും നാടൻ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്.
ോട്ട് വേണം നമ്മൾ ഇങ്ങനെ നമുക്ക് ചുറ്റി കൊടുക്കാനായിട്ട്. ഓരോ തവണ നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷവും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കോരി മാറ്റാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കേട്ടോ ഈ വീഡിയോ ഞാനിപ്പോൾ മുട്ട മാല ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ഈ മാല ഉണ്ടാക്കുന്ന ടൈമിൽ അത്ര കുറച്ച് ടൈം 1 മിനിറ്റ് പോലും നമുക്ക് വേണ്ട. പെട്ടെന്ന് തന്നെ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കുരു വെന്ത് കിട്ടും. നമ്മൾ ഈ മാല ഉണ്ടാക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല പതയോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ എത്രത്തോളം നല്ല മാല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നല്ല നൂല് പോലെ തന്നെ ഉണ്ട്. എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാം. നമുക്കത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പിന്നാണത്തപ്പം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് പഴംപൊരി അങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ മാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. മാല ഉണ്ടാക്കിയിട്ട് നമ്മളെപ്പോഴും ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇടുക. എന്നിട്ട് താഴെ നമ്മളൊരു വേറൊരു പ്ലേറ്റ് ഞാൻ ഷുഗർ സിറപ്പ് നമ്മൾ എക്സ്ട്രാ ഉള്ള ഷുഗർ സിറപ്പൊക്കെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കണം. ഒന്ന് വല്ല അപ്പക്കൊള്ളിയോ ഒക്കെ എടുത്തിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ചിക്കി കൊടുക്കുക. എക്സ്ട്രാ ഉള്ള ഷുഗർ സിറപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുട്ട പോലെ നല്ല മാല പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിന്നാണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതുണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇപ്പോൾ ഞാൻ 10 മുട്ടയുടെ എഗ് വെയിറ്റ് ഉണ്ടല്ലോ, അതിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമുക്ക് മിൽക്ക് പൗഡർ, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാനില എസൻസ് നമുക്ക്